Hello dears, welcome back. This is our second part for this first chapter from our BA English 5th semester core paper Indian Writing in English. In first part we had discussed the first poem You Left Me, verse 46 from the poet collection The Gardener, and here in this video we discuss our second poem from this first chapter, that is Where the Mind is Without Fear, verse 35 from the poetry collection Githanjali. ടാഗോറിൻ്റെ തന്നെ അനദർ പോയട്രി കളക്ഷനായ ഗീതാഞ്ജലിയിലെ വേഴ്സ് 35 ആണ്. വേഴ്സ് 35 വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന പോയാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ്ലി വി ഹാവ് എൻ ഇൻട്രഡക്ഷൻ ടു ദിസ് പോയം. Rabindranath Tagore's fame as a poet spread far and wide after the publication of Githanjali. ഗീതാഞ്ജലി എന്ന ടാഗോറിൻ്റെ പോയറ്റ് കളക്ഷൻ്റെ പബ്ലിക്കേഷന് ശേഷമാണ് അദ്ദേഹം ഒരു പോയറ്റ് എന്ന നിലയിൽ ലോകത്തെ ആകെ ഫേമസ് ആയി മാറുന്നത്. Then it was the most significant event in Tagore's writing career. For following the volumes of appearance, he won the Nobel Prize in Literature in 1913, the first such recognition of an Eastern writer. നമുക്കറിയാവുന്നതുപോലെ ടാഗോറിൻ്റെ റൈറ്റിംഗ് കരിയറിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ഗീതാഞ്ജലി എന്നത്. For the following the volumes of appearance, he won the Nobel Prize in Literature in 1930. Yes, he won the Nobel Prize for this his famous work ഗീതാഞ്ജലി. ഗീതാഞ്ജലി എന്ന അദ്ദേഹത്തിൻ്റെ വർക്കിനാണ് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ദെൻ 1913 ആ കാലത്ത് അദ്ദേഹത്തിന് ലഭിച്ച നോബൽ പ്രൈസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നോബൽ പ്രൈസ് നേടിയ ആദ്യ ഈസ്റ്റേൺ റൈറ്റർ ആയിരുന്നു. ലോകത്തെ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ ലോകത്തിൻ്റെ ഈസ്റ്റ് ഭാഗത്തുള്ള റൈറ്റേഴ്സ്, അതായത് നോൺ യൂറോപ്യൻ റൈറ്റേഴ്സിലെ ആദ്യത്തെ നോബൽ പ്രൈസ് വിന്നറായിരുന്നു രവീന്ദ്രനാഥ് ടാഗോർ. അങ്ങനെയുള്ള ഒരു വലിയൊരു തലത്തിലേക്ക്, വലിയൊരു ഗ്ലോബൽ ലെവലിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത് ഈ ഗീതാഞ്ജലി എന്ന വർക്കാണ്. അത്രമാത്രം മഹത്തായ ഒരു കോൺട്രിബ്യൂഷൻ തന്നെയാണ് ഗീതാഞ്ജലി. Then Tagore wrote Githanjali shortly after the death of his wife, his two daughters, his youngest son and his father. അപ്പോൾ ഒരു കുടുംബത്തിലെ തന്നോട് ഏറ്റവും ചേർന്ന് നിൽക്കേണ്ട വളരെ അടുത്ത ആളുകൾ മരണപ്പെട്ടതിന് ശേഷമാണ് ഈ ഗീതാഞ്ജലി എന്ന വർക്ക് അദ്ദേഹം എഴുതുന്നത്. Though he had to face severe personal trauma, he could overcome it by his faith in divine power. ദെൻ ഈ ഒരു ഗീതാഞ്ജലി എന്ന ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വർക്കിൽ അതിലെ എല്ലാ വേഴ്സുകളും ദൈവത്തോടുള്ള പ്രാർത്ഥനകളാണ്. അദ്ദേഹം നിലവിൽ ആ ഒരു സമയത്ത് കടന്നുപോയ ഏറ്റവും ദാരുണമായ, പ്രയാസകരമായ, സങ്കടകരമായ അവസ്ഥയിൽ നിന്ന് തരണം ചെയ്യാൻ, അതിൽ നിന്ന് മോചനം ലഭിച്ചത് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഡിവൈൻ പവറിലുള്ള ദൈവത്തിലുള്ള വിശ്വാസവുമാണ്. എന്നാൽ ഈ ഒരു ഗീതാഞ്ജലിയുടെ പ്രത്യേകത, ഹി ഡസൻറ്റ് യൂസ് എ നെയിം ഓഫ് ഗോഡ് ഓർ എനി സ്പെഷ്യൽ റിലീജിയൻ. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ദൈവത്തെ വിളിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൻ്റെ ആചാരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രാർത്ഥനകളാവണം. പക്ഷേ ഒരു ലോകത്തിന് ഒന്നാകെ വായിക്കാൻ പറ്റുന്ന രൂപത്തിൽ, എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ദൈവത്തെയും പ്രത്യേകം എടുത്തു പറയാതെ, ഒരു റിലീജിയനെയും പ്രത്യേകം എടുത്തു പറയാതെയാണ് അദ്ദേഹം ഗീതാഞ്ജലി എന്ന വർക്കിൽ അദ്ദേഹം പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തിയത് എന്നതാണ്. Thus the central theme of Githanjali became the realization of divine through self-purification and service to humanity. ഗീതാഞ്ജലി എന്ന ഈ കവിതാ സമാഹാരത്തിൻ്റെ സെൻട്രൽ തീം എന്നത് ദ റിയലൈസേഷൻ ഓഫ് ഡിവൈൻ, ദൈവത്തെ, ഓൾമൈറ്റിയെ തിരിച്ചറിയുക, ആ ദൈവത്തിൻ്റെ പവറിനെ തിരിച്ചറിയുക, സെൽഫിനെ, സ്വന്തം ശരീരത്തെ പ്യൂരിഫൈ ചെയ്യുന്നതിലൂടെ, മോശമായ ചിന്തകളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നും പ്യൂരിഫൈ ചെയ്യുന്നതിലൂടെ, പ്രവർത്തനങ്ങളിൽ നിന്ന് പ്യൂരിഫൈ ചെയ്യുന്നതിലൂടെ, അതുപോലെ സർവീസ് ടു ഹ്യൂമാനിറ്റി, മൊത്തം മനുഷ്യരെ എല്ലാവരും ചേർത്ത് നിർത്തി എല്ലാവർക്കും നന്മ കാംക്ഷിക്കുകയും ചെയ്യുന്നതിലൂടെ ദൈവത്തിൻ്റെ പവറിനെ തിരിച്ചറിയുക എന്നതാണ് ഈ ഒരു ഗീതാഞ്ജലിയിലെ അദ്ദേഹത്തിൻ്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത്. ദെൻ ദ ഇംഗ്ലീഷ് ഗീതാഞ്ജലി ഓർ സോങ് ഓഫ് ഓഫറിങ്സ് ഇസ് എ കളക്ഷൻ ഓഫ് 103 English prose poems which are translated from Bengali to English by Tagore himself. ഈ ഗീതാഞ്ജലി ഓർ സോങ് ഓഫ് ഓഫറിങ്സ് എന്ന ഈ ഒരു പോയറ്റിക് കളക്ഷനിൽ
അദ്ദേഹത്തിൻ്റെ 103 പ്രോസ് പോയംസുകളാണ് ഉൾക്കൊള്ളുന്നത്. പ്രോസ് പോയംസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വായിച്ചെടുക്കാൻ പറ്റുന്ന, മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രോസ് രൂപത്തിൽ എഴുതപ്പെട്ട കാവ്യങ്ങളാണ്. അതിനു മുമ്പുള്ള പല കാവ്യങ്ങളും പല ഹൈ പീപ്പിൾസിന് മാത്രം ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന, മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഭാഷയും സ്ട്രക്ചറൊക്കെ ആയിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാവർക്കും വായിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലാണ് അദ്ദേഹം ഈ ഒരു പോയംസുകൾ കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിലെ പോയംസുകളൊക്കെ ആദ്യം ബംഗാളി ലാംഗ്വേജിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. പിന്നെ അദ്ദേഹം തന്നെ, ടാഗോർ തന്നെയാണ് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. Then the verse 34 in Githanjali, where the mind is without free, is one of his widely read poems, which was originally titled Prarthana, meaning prayer in Bengali. Then നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന ഗീതാഞ്ജലിയിലെ 35th വേഴ്സ്, അതിൻ്റെ ടൈറ്റിൽ വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ. അത് വൈഡ്ലി റീഡ് ചെയ്യപ്പെട്ട ഒരു പോയമാണ്. ദെൻ ഇറ്റ് വാസ് ഒറിജിനലി ടൈറ്റിൽ പ്രാർത്ഥന. ബംഗാളി ലാംഗ്വേജിൽ പ്രയർ എന്ന അർത്ഥം വരുന്ന പ്രാർത്ഥന എന്നതായിരുന്നു ഇതിൻ്റെ ഒരു ആദ്യ ടൈറ്റിൽ ബംഗാളി ലാംഗ്വേജിൽ എഴുതിയിരുന്നത്. പിന്നെ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴാണ് വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ എന്നായി മാറ്റിയത്. Then the poem is written in a form of a prayer to God for the freedom of his country in its true sense of the feeling of unity, harmony and triumph of truth. Then അദ്ദേഹം ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത് ദൈവത്തോട് നടത്തുന്ന ഒരു പ്രാർത്ഥന എന്ന രൂപത്തിലാണ് ഇതിലെ വരികളൊക്കെ ഉള്ളത്. പരിപൂർണ അർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യവും സമാധാനവും സത്യസന്ധതയും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സൊസൈറ്റിയായി മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ദൈവത്തോട് അഭ്യർത്ഥിക്കുന്നത്, ആവശ്യപ്പെടുന്നത്. ഇൻ ഇറ്റ്സ് ട്രൂ സെൻസ് ഓഫ് ഫീലിംഗ് ഓഫ് യൂണിറ്റി. വ്യത്യസ്ത ജാതികളുള്ള, മതങ്ങളുള്ള, സംസ്കാരങ്ങളുള്ള ഇന്ത്യ എന്ന രാജ്യത്തെ എല്ലാവരെയും ചേർത്ത് നിർത്തി, ലോക ജനതയെ തന്നെ ഒന്നായി ചേർത്ത് നിർത്തുന്ന ആ ഒരു ഫീലിംഗ് കിട്ടുന്ന തരത്തിൽ പരസ്പര സഹവർത്തിത്വവും സമാധാനവും സത്യസന്ധതയോടു കൂടിയുള്ള ഒരു ഫ്രീ മൈൻഡ്, ഒരു സമാധാനപരമായ ജീവിതം എല്ലാവർക്കും നൽകണേ എന്ന രൂപത്തിലുള്ള പ്രാർത്ഥനയാണ് ദൈവത്തോട് അദ്ദേഹം ഈ ഒരു വേഴ്സിൽ അദ്ദേഹം നടത്തുന്നത്. Okay, now let us read the poem. Where the mind is without fear and the head is held high. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, മനസ്സിൽ ഭയമില്ലാത്ത, തല നേരെ ഉയർത്തിപ്പിടിക്കുന്ന, അന്തസ്സുള്ള, അഭിമാനമുള്ള ഒരു ജനതയെ ഉണ്ടാക്കാൻ വേണ്ടി. Where the mind is without fear, ഫിയർ ഇല്ലാത്ത ഒരു മൈൻഡോട് കൂടിയുള്ള, ഈസ് ഹെൽഡ് ഹൈ, തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഒരു സമൂഹം, ഒരു ജനതയെ ഉണ്ടാക്കാൻ വേണ്ടി. യെസ്, അതിനൊരു എക്സ്പ്ലനേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. ലൈൻ 1, The poet praised Almighty that his countrymen should be free from any fear of oppression or forced compulsion. ഇന്ത്യൻ ജനതയെ അടക്കി ഭരിക്കുന്ന ഭരണകൂടങ്ങളിൽ നിന്നായാലും കൊളോണിയൽ ശക്തിയിൽ നിന്നായാലും മറ്റെല്ലാ മേഖലയിൽ നിന്നുമുള്ള പീഡനങ്ങളിൽ നിന്നും സമ്മർദ്ദങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നൊക്കെയുള്ള പേടിയില്ലാത്ത ഒരു മാനസികാവസ്ഥ ഉണ്ടാവാൻ, അങ്ങനെയുള്ള പേടിയിൽ നിന്നെല്ലാം മുക്തമായ ഒരു മനസ്സുള്ള ഒരു ജനത ഇന്ത്യൻ രാജ്യത്തുണ്ടാവാൻ വേണ്ടിയാണ് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഹി വിഷസ് ദാറ്റ് എവരി വൺ ഇൻ ഹിസ് കൺട്രി ഹാസ് ഹിസ് ഹെഡ് ഹെൽഡ് ഹൈ ഇൻ ഡിഗ്നിറ്റി. ദേ ഷുഡ് ബി ഫിയർലെസ് ആൻഡ് ഷുഡ് ഹാവ് എ സെൻസ് ഓഫ് സെൽഫ് ഡിഗ്നിറ്റി. തൻ്റെ രാജ്യത്തുള്ള ഓരോ പൗരനും തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന അഭിമാനമുള്ള ഒരു ജനതയെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. They should be fearless and should have a sense of dignity. Second line, where the knowledge is free. അവിടെ നോളജ് എല്ലാവർക്കും ഫ്രീ ആയി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിന് വേണ്ടിയും അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. Where knowledge is free. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ലൈൻ 2. He wishes for such a nation where people would have access to free education. നമുക്കറിയാം, ആ ഒരു കാലത്ത് വിദ്യാഭ്യാസം എല്ലാവർക്കും ഒരുപോലെ ലഭ്യമായിരുന്നില്ല. വളരെ ഹൈ ക്ലാസ് പീപ്പിളിന് മാത്രം, ചില വിഭാഗം ജനതകൾക്ക് മാത്രം, ചില കാസ്റ്റിന് മാത്രമായിരുന്നു വിദ്യാഭ്യാസം അന്ന് ഉണ്ടായിരുന്നത്. അതിൽ നിന്നെല്ലാം മാറി എല്ലാവർക്കും അറിവ് ലഭിക്കുന്ന, എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ വേണ്ടിയും അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. He suggests imparting of free knowledge irrespective of caste, culture, creed, color, religion.
കാസ്റ്റിൻ്റെ, കളറിൻ്റെ, ക്രീഡിൻ്റെ, കൾച്ചറിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസം ചില ആളുകൾക്ക് മാത്രം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതെ, അപ്പർ ക്ലാസ്സിന് മാത്രം വിദ്യാഭ്യാസം ലഭിക്കുന്ന ഒരു സാഹചര്യമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ വിദ്യാഭ്യാസം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാവണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. Then next line. Where the world has not been broken up into the fragments by narrow domestic walls. പ്രാദേശികമായ മതിൽക്കെട്ടുകൾ കൊണ്ട്, സാമൂഹിക പ്രതിബന്ധങ്ങൾ കൊണ്ട് ഛിന്നഭിന്നമാകാത്ത ഫ്രാഗ്മെൻസുകളായി, പീസുകളായി ഡിവൈഡ് ചെയ്യപ്പെടാത്ത ഒരു ലോകവും ഉണ്ടാവണമെന്ന് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എക്സ്പ്ലനേഷൻ നോക്കാം. ലൈൻ 3. The poet praised God for such a nation which remains undivided. And he emphasizes the unity of not only his own countrymen but also the entire world. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് മതങ്ങളുടെ പേരിൽ, ജാതിയുടെ പേരിൽ, വംശത്തിൻ്റെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ ജനങ്ങളെ ഡിവൈഡ് ചെയ്യപ്പെടാത്ത ഒരു നാഷൻ ഉണ്ടാവണമെന്നാണ്. അത് ഇന്ത്യക്കാരിൽ മാത്രമല്ല, ഇന്ത്യൻ ജനതയ്ക്കിടയിൽ മാത്രമല്ല, ലോകത്തൊന്നാകെ അത്തരം പാർട്ടീഷൻ ഇല്ലാത്ത ഒരു ലോകമാണ് അദ്ദേഹം സ്വപ്നം കാണുന്നത്. He thinks there should be no division among the people based on their caste, creed, color, religion, on other baseless superstitions. മതങ്ങളുടെ, ജാതിയുടെ, വർണ്ണങ്ങളുടെ, മതങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഡിവൈഡ് ചെയ്യാത്ത, ഒറ്റക്കെട്ടായി പരസ്പര സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടു കൂടി നിലനിൽക്കുന്ന ഒരു രാജ്യത്തിനു വേണ്ടിയും അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. 4th line. Where words come out from the depth of the truth. അവിടെയുള്ള ജനങ്ങൾ സത്യസന്ധരായിരിക്കാനും അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സംസാരിക്കുന്ന വാക്കുകളൊക്കെ സത്യത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വന്നതായിരിക്കണം. അങ്ങനെയുള്ള വാക്കുകൾ സംസാരിക്കുന്ന ആളുകളാക്കി മാറ്റാനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതിന് എക്സ്പ്ലനേഷൻ നോക്കാം. ലൈൻ 4. The poet suggests the visions for a country where people only speak the truth in any condition. ഏത് സാഹചര്യത്തിലും സത്യം മാത്രം സംസാരിക്കുന്ന ഒരു ജനതയാക്കി മാറ്റാനും അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള ഒരു ജനതയാണ് അദ്ദേഹം സ്വപ്നം കാണുന്നത്. Then, where tireless striving stretches its arm towards perfection. അതുപോലെ അവിടുത്തെ ജനത ടയർലെസ്സായി, അക്ഷീണരായി, ക്ഷീണമില്ലാതെ പരിശ്രമിക്കുന്ന ജനതയാവണം. സ്ട്രൈവിങ് സ്ട്രെച്ചസ് ഇറ്റ്സ് ആംസ്. അവരുടെ കൈകാലുകളൊക്കെ നിവർത്തി നന്നായിട്ട് പരിശ്രമിക്കുന്ന, അധ്വാനിക്കുന്ന ആളുകളായി മാറ്റാനും അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. Want his people to work hard towards perfection in all field of their work. ഏത് മേഖലയിൽ ജോലി ചെയ്യുകയാണെങ്കിലും അതിലൊരു പെർഫെക്ഷൻ ഉണ്ടാകുന്നത് വരെ അവർ നന്നായിട്ട് പരിശ്രമിക്കുന്ന, അധ്വാനിക്കുന്ന, അക്ഷീണരായി അധ്വാനിക്കുന്ന ഒരു ജനത ഉണ്ടാവാനും അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. എൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ലൈൻ 5. He wants everyone to work hard to reach their goal and in the long run to reach perfection. തൻ്റെ രാജ്യത്തെ ഓരോ ജനതയും അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി പ്രയത്നിക്കണം. They should work hard to reach their goal, to achieve their goal, to bring their dreams in action. അതുപോലെ ഓരോ ജോലിയും അതിൻ്റെ പെർഫെക്ഷനിൽ എത്തുന്നത് വരെ അതിൽ നല്ല സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ അവർ പരിശ്രമിക്കണം. Then he thinks they should not be tired by working. ജോലി ചെയ്തുകൊണ്ട്, അധ്വാനിച്ചുകൊണ്ട് അവർ ഒരിക്കലും ക്ഷീണിതരാവാൻ പാടില്ല. ക്ഷീണമില്ലാത്ത, നന്നായിട്ട് പരിശ്രമിക്കുന്ന ഒരു ജനതയാണ് അദ്ദേഹം സ്വപ്നം കാണുന്നത്. പീപ്പിൾ ഷുഡ് നോട്ട് ബി ലേസി ആൻഡ് ഇഗ്നോറിങ് ദെയർ വർക്ക്. ഏത് ജോലി ചെയ്യുമ്പോഴും അതിൽ ഒരു മടിയില്ലാതെ, അലസന്മാരല്ലാത്ത, ജോലിയെക്കുറിച്ച് അറിയാത്തവരാവാനും പാടില്ല. ലൈൻ 6. Where the clear stream of reason has not lost its way into the dreary desert sand of dead habits. Here he wishes that everyone in his country should have a clear stream of reason. രാജ്യത്തെ ഓരോ പൗരനും വളരെ തെളിഞ്ഞ, യുക്തിപരമായി ചിന്തിക്കുന്നവരാവണം. റീസൺ, ലോജിക്കൽ തിങ്കിങ് ഉള്ളവരായിരിക്കണം. അന്ധവിശ്വാസങ്ങളും മോശപ്പെട്ട ചിന്തകളൊന്നും ഇല്ലാത്ത, ലോജിക്കലായി ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന ആളുകളാവണം. നോട്ട് ലോസ് ഇറ്റ്സ് വേ ഇൻ ടു ദ ഡ്യറി ഡിസേർട്ട് സാൻഡ് ഓഫ് ഡെഡ് ഹാബിറ്റ്സ്. ഡെഡ് ഹാബിറ്റ്സുകളുടെ, അന്ധവിശ്വാസങ്ങളുടെ, മോശപ്പെട്ട ചിന്തകളുടെ ഡ്രിയറി ഡിസേർട്ടിലാവാൻ പാടില്ല. അന്ധവിശ്വാസങ്ങളുടെ ഇരുണ്ട, വിരസമായ, ഉണങ്ങിയ മരുഭൂമിയിൽ ആവാത്ത ഒരു ജനതയാണ് അദ്ദേഹം സ്വപ്നം കാണുന്നത്. യെസ്, എക്സ്പ്ലനേഷൻ നോക്കാം. ലൈൻ 6.
He wants the stream of reason not to lose its way into the desert of prejudice. പ്രൊജുഡീസ് മുൻധാരണകളുടെ അന്ധവിശ്വാസങ്ങളുടെ ഡിസേർട്ടിലേക്ക് നയിക്കുന്ന ചിന്തകളില്ലാത്ത സ്ട്രീം ഓഫ് റീസൺ സംശുദ്ധമായ തെളിഞ്ഞ ചിന്തകളുള്ള ജനതയുണ്ടാവാനും അദ്ദേഹം ആഗ്രഹിക്കുന്നു. പീപ്പിൾസ് തോട്ട് ഷുഡ് ബി മോണിറ്റേർഡ് ബൈ റാഷണൽ തിങ്കിങ്, നോട്ട് ബൈ സൂപ്പർസ്റ്റിഷൻസ്. ലോജിക് ഷുഡ് റൂൾ ഓവർ ഓൾഡ് ബേസ്ലെസ് ബിലീഫ്. തീർച്ചയായും അവർ വിവേകപൂർണമായ ചിന്തകളുള്ളവരാവണം. അന്ധവിശ്വാസങ്ങളാവരുത് അവരെ നയിക്കുന്നത്. അതുപോലെ അവരുടെ അന്ധവിശ്വാസങ്ങളുടെ മേൽ യുക്തിപരമായ ചിന്ത പ്രവർത്തിക്കേണ്ടതുണ്ട്. ലൈൻ 7. Where the mind is led forward by thee into ever widening thought and actions. അതുപോലെ അവിടെയുള്ള ജനതയുടെ മൈൻഡ് വിശാലമായ ചിന്തയിലേക്ക് നയിക്കുന്നതാവണം. അതുവഴി നല്ല രീതിയിൽ അധ്വാനിക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകളായി മാറണം. അവരെ വിശാലമായി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന മനസ്സാവണം അവർക്കുണ്ടാവേണ്ടത്. അങ്ങനെയുള്ളൊരു മനസ്സിനു വേണ്ടിയും അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. അതുവഴി നല്ല പ്രവർത്തനങ്ങൾ, നല്ല റിസൾട്ടുകൾ ജനങ്ങളിൽ ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. എക്സ്പ്ലനേഷൻ നോക്കാം. ലൈൻ 7. The poet wishes his countryman to be progressive and broad-minded. ബ്രോഡ് മൈൻഡുള്ള, വിശാല മനസ്സുള്ള, പ്രോഗ്രസീവ് മൈൻഡുള്ള ഒരു ജനത ഉണ്ടാവാനും അദ്ദേഹം ആഗ്രഹിക്കുന്നു. He wants that their minds are led forward to the ever-widening thought and actions. ever-widening തോട്ടിലേക്ക് നയിക്കുന്ന, അതുവഴി നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കുന്ന, നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന മൈൻഡ് ഉണ്ടാവാനും അദ്ദേഹം ആഗ്രഹിക്കുന്നു. The last line. Into that heaven of freedom, my father, let my country awake. He addresses the God, the Almighty, as Father. ഇവിടെ ഫാദർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തെയാണ്. Into that heaven of freedom, let my country awake. സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗത്തിലേക്ക് എൻ്റെ ജനതയെ ഉണർത്തണേ, അവരെ നയിക്കണേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. എല്ലാ അർത്ഥത്തിലുമുള്ള സ്വാതന്ത്ര്യമുണ്ടാകുന്ന സാഹചര്യം അതൊരു സ്വർഗത്തിന് സമാനമാണ്. ആ സ്വർഗത്തിലേക്ക് തൻ്റെ ജനതയെ നയിക്കാനാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. എക്സ്പ്ലനേഷൻ നോക്കാം. ലൈൻ 8. The poet addresses the God as Father. He asks him to awaken his country into such a heaven of freedom where the above conditions meet. അതായത് നേരത്തെ പറഞ്ഞ എല്ലാ ഗുണങ്ങളുള്ള, നേരത്തെ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും സമ്മേളിക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക്, നല്ല അവസ്ഥയിലേക്ക്, സ്വർഗീയ അവസ്ഥയിലേക്ക് തൻ്റെ ജനതയെ, തൻ്റെ രാജ്യത്തെ ജനങ്ങളെ നയിക്കണേ എന്നാണ്. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ദ ഫേമസ് ലൈൻ ഫ്രം ദി ഗീതാഞ്ജലി. ലെറ്റ് us wind up here. Let us see in coming videos. Thank you.